നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വിജയദശമി നാളിൽ നാവിലും അരിയിലും ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ അറിവിന്റെ വെളിച്ചത്തിലേക്ക്. നവരാത്രിയുടെ അവസാന നാൾ എന്നറിയപ്പെടുന്ന വിജയദശമി ദിനത്തിൽ കുരുന്നുകളിൽ ആദ്യാക്ഷരം പകരാനായി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഗ്രന്ഥശാലകൾ എന്നിവിടങ്ങളിലും പ്രത്യേകം സജ്ജീകരിക്കുന്ന സ്ഥലങ്ങളിലുമായിരുന്നു വിദ്യാരംഭ ചടങ്ങുകൾ. ജില്ലയിലും വിവിധ ക്ഷേത്രങ്ങളിൽ വിജയദശമി ദിനത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. എഴുത്തിനിരുത്തലിന് പ്രശസ്തമായ തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തിയത്. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത്. വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് വിദ്യാഗോപാല മന്ത്രാർച്ചനയും മാതൃപൂജയും നടത്തി. ശ്രീകാന്ത് ഗുരുപദം ആചാര്യനായി. വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് ശേഷം കുട്ടികൾ അമ്മമാരുടെ പാദപൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി ബൈജു എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, പ്രസിഡന്റ് PC സാജു എന്നിവർ പ്രസംഗിച്ചു. ട്രഷറർ ഡെന്നീസ് പുളിക്കൻ, KL ജോർജ്, വിനീഷ് കാളക്കല്ല്, KK ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാചരണം പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF കൺവീനർ സോമൻ മൂത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി. M ശ്രീകുമാർ, TD വാസുദേവൻ, KK രാജൻ, MA ജോൺസൺ, രാജേഷ് കുമാർ, സത്യൻ പാട്ടത്തിൽ, വിജയരാഘവൻ കൈതവളപ്പിൽ, KK ഉല്ലാസ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. വളാഞ്ചേരി നഗരസഭയിൽ വിതരണം ചെയ്യാനുള്ള ചെടിച്ചട്ടിക്ക് ഓർഡർ നൽകാൻ ചെടിച്ചട്ടി ഉൽപാദകരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കളിമൺ കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി. കുട്ടമണിക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി OR കേളു നിർദ്ദേശം നൽകിയിരുന്നു. വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. സ്ത്രീധന പീഡന മരണക്കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. പൂക്കോട് പയ്യപ്പള്ളി വീട്ടിൽ 42 വയസ്സുള്ള ഹരിദാസ് ആണ് അറസ്റ്റിലായത്. 11 വർഷത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലായത്. സ്ത്രീധനമായി വീട്ടിൽ നിന്നും കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് ഹരിദാസ് ഭാര്യയെ നിരന്തരം ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നു. ഇത് സഹിക്കവയ്യാതെ 2014 ജൂലൈ 27-ന് ഹരിദാസിന്റെ ഭാര്യ വീട്ടിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്ത് ഹരിദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഹരിദാസ് മുങ്ങുകയായിരുന്നു. തുടർന്ന് കോടതി പിടികിട്ടാപ്പുള്ളിയായി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ചേലാമറ്റത്തു നിന്നുമാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KN മനോജ്, സബ് ഇൻസ്പെക്ടർ ജിജു കരുണാകരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ്, രാകേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മുരിങ്ങൂർ ജംഗ്ഷനു സമീപം KSRTC ബസിന് പിന്നിൽ കാറിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. എറണാകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസിന്റെ പിന്നിലാണ് കാറിടിച്ചത്. അതിരാവിലെയായിരുന്നു സംഭവം. അപകട സമയത്ത് ചെറിയ തോതിൽ ഗതാഗതക്കുരുക്കുണ്ടായെങ്കിലും ഉടൻ പരിഹരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VB ശോഭനകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം വയോജന ദിന സന്ദേശം നൽകി. ബ്ലോക്ക് ട്രഷറർ TA വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. 80 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു.
പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ രംഗനാഥൻ സൈബർ ലോകത്ത് വയോജനങ്ങൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. CK ജോസഫ്, CS സുരേഷ്, ആൻഡു മലയാറ്റി, CR സുരേഷ്, TM രാമൻകുട്ടി, PP ടെസ്സി, ലാലി കുര്യാക്കോസ്, KJ ലോല എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. തൃക്കൂർ ഗ്രാമീണ വായനശാലയിൽ ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഭാരതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. 80 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ അംഗങ്ങളെ ചടങ്ങിൽ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. P മനോജ് കുമാർ, VK രാജാമണി, K ഗൗരി, CK മോഹനൻ, PA കുര്യാക്കോസ്, പ്രൊഫസർ P ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വരന്തരപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് T രാജശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. 80 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ MV ശ്യാമളൻ ആരോഗ്യ ക്ലാസ് എടുത്തു. NG തോമസ്, TP ജോർജ്, ND പൈലോത്ത്, കൃഷ്ണൻ പെരുമ്പിള്ളി, MK റപ്പായി, പുഷ്പാകരൻ ഒറ്റാലി, ആനി പൊറിഞ്ചു, MK ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെന്മണിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV ഷാർങ്ങൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സൈബർ സുരക്ഷയെക്കുറിച്ച് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ യദു ക്ലാസ് എടുത്തു. 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. CD ജോസഫ്, M മോഹൻദാസ്, AL ജോയ്, SC ദേവസി, VM പ്രഹ്ലാദൻ, T പീതാംബരൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ബുധനാഴ്ച വൈകുന്നേരം പവന് 87,440 രൂപയുണ്ടായിരുന്ന സ്വർണം വ്യാഴാഴ്ച 400 രൂപ കുറഞ്ഞ് 87,040 രൂപയിലെത്തി. ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 10,880 രൂപയിലെത്തി. ചൊവ്വാഴ്ച പവന് 86,120 രൂപയുണ്ടായിരുന്ന സ്വർണം ബുധനാഴ്ച രാവിലെ 87,000 വൈകുന്നേരം 87,440 രൂപയായും കുതിക്കുകയായിരുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,880 രൂപയും പവന് 87,040 രൂപയും രേഖപ്പെടുത്തി. നെടുമ്പാൾ പറമ്പിൽ നാരായണൻ നായർ ഭാര്യ കൽപ്പൂര് ഓമന അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. കല്ലൂർ പാലക്കപ്പറമ്പ് മാടക്കാവിൽ സുധാകരൻ ഭാര്യ ശാന്ത അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശരത്താണ് മകൻ. ചെറുവാൾ കോവാത്ത രാമകൃഷ്ണൻ ഗോപി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ സ്നേഹപുരം ചാമവളപ്പിൽ ജോൺസൺ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗ്രേസിയാണ് ഭാര്യ. മക്കൾ ജനിൽ, ജിപി. എരവക്കാട് കുണ്ടേപ്പറമ്പിൽ പരേതനായ കൊച്ചുണ്ണി ഭാര്യ അമ്മുക്കുട്ടി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനന്തൻ, ശോഭൻ, പരേതനായ അഭിമന്യു എന്നിവർ മക്കളും മണി, രാധ, മിനി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.